രാഷ്ട്രീയത്തിന്റെ അധികായൻ കെ.എം. മാണിക്ക് മലയാളി വാർത്തയുടെ പ്രണാമം. രാഷ്ട്രീയത്തെ മാത്രമല്ല മരണത്തെ പോലും അതിജീവിച്ച അത്ഭുത വ്യക്തിത്വമാണ് കെ.എം. മാണി. കെ.എം. മാണിയുടെ ഇച്ഛാശക്തിയെയും അത്ഭുതകരമായ നീക്കങ്ങളെയും കുറിച്ചാണ് കഴിഞ്ഞ 3 മാസമായി അദ്ദേഹത്തെ ചികിത്സിച്ച ഡോക്ടർമാർക്ക് പറയാനുള്ളത്. കഴിഞ്ഞ 13 വർഷമായി ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു കെ.എം. മാണി. ഇത്രയും വർഷമായി കഠിനമായ അസുഖങ്ങൾ ഉണ്ടായിട്ടും അതൊന്നും വകവയ്ക്കാതെയാണ് തന്റെ രാഷ്ട്രീയ ജീവിതവുമായി അദ്ദേഹം മുന്നോട്ട് പോയത്. എന്നാൽ കഴിഞ്ഞ 3 മാസമായി പ്രായാധിക്യവും ശ്വാസകോശ സംബന്ധവുമായ രോഗങ്ങൾ അദ്ദേഹത്തെ തളർത്തിയിരുന്നു. കർശന വിശ്രമമാണ് കഴിഞ്ഞ 3 മാസം ഡോക്ടർമാർ അദ്ദേഹത്തിന് വിധിച്ചത്. എന്നാൽ ഇതൊന്നും കേൾക്കാതെ തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമയം അദ്ദേഹം ജനങ്ങളുടെ കൂടെ ചിലവഴിക്കുകയായിരുന്നു. കഴിഞ്ഞ 2 മാസം മുൻപ് നടന്ന കേരള യാത്രയിൽ ഒരു കാരണവശാലും കെ.എം. മാണി പങ്കെടുക്കരുതെന്ന് ഡോക്ടർമാരുടെ കർശന നിർദ്ദേശമുണ്ടായിരുന്നു. കാരണം അത്രയേറെ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി വഷളായിരുന്നു. പക്ഷേ ഡോക്ടർമാരെ പോലും അത്ഭുതപ്പെടുത്തിയായിരുന്നു അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ്. എന്നാൽ അദ്ദേഹത്തിന്റെ കൂടെയുണ്ടായിരുന്ന പാർട്ടി പ്രവർത്തകരും കുടുംബവും അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ നോക്കി. എന്നാൽ ആശുപത്രിയിൽ നിന്ന് കെ.എം. മാണി നേരെ തിരുവനന്തപുരത്തേക്ക് തിരിക്കുകയായിരുന്നു. ഹെലികോപ്റ്റർ മാർഗം തിരുവനന്തപുരത്തേക്ക് പോകാമെന്ന് പാർട്ടി പ്രവർത്തകർ പറഞ്ഞെങ്കിലും ഡ്രൈവറിനൊപ്പം ഒറ്റയ്ക്ക് അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് തിരിച്ചു. തിരുവനന്തപുരത്ത് എത്തിയിട്ടും അദ്ദേഹം വിശ്രമത്തിന് തയ്യാറായില്ല. MLA ഹോസ്റ്റലിലെത്തിയ അതിഥികളെ എല്ലാവരെയും ഓരോരുത്തരായി സ്വീകരിച്ചു. അവരെ കണ്ട് അവർക്ക് പറയാനുള്ളതെല്ലാം കേട്ടു. പിന്നീട് നേരെ കേരള യാത്രയുടെ വേദിയിലേക്ക്. കേരള യാത്രയുടെ സമാപന വേദിയിൽ നീണ്ട 2.5 മണിക്കൂർ അദ്ദേഹം തുടർച്ചയായിരുന്നു. അവിടെ അണികളെ ആവേശത്തിലാക്കുന്ന പ്രസംഗവും നടത്തി തിരികെ MLA ഹോസ്റ്റലിലെത്തിയപ്പോൾ രാത്രി. എന്നിട്ടും അവിടെ എത്തിയ അതിഥികളെയെല്ലാം സ്വീകരിച്ച് അവരോട് സംസാരിച്ച ശേഷമാണ് പുലർച്ചെയോടെ എറണാകുളത്തേക്ക് തിരിച്ചത്. തിരികെ ആശുപത്രിയിലെത്തിയ അദ്ദേഹം ഡോക്ടർമാരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുകയായിരുന്നു. അങ്ങനെയാണ് കെ.എം. മാണി. ഏത് സാഹചര്യത്തിലും തന്റെ ആരോഗ്യം നോക്കാതെ പാർട്ടിക്ക് വേണ്ടി അക്ഷീണം പ്രവർത്തിച്ച നായകൻ. ഇപ്പോൾ അദ്ദേഹം മരിക്കുമ്പോഴും ഡോക്ടർമാർക്ക് പറയാനുള്ളത് അതുതന്നെയാണ്, അദ്ദേഹത്തിന്റെ ഇച്ഛാശക്തിയെക്കുറിച്ച്. തങ്ങൾ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശാന്തമായ മരണമായിരുന്നു മാണി സാറിൻ്റെതെന്നാണ് ലേക്ക് ഷോർ ആശുപത്രിയിലെ ഡോക്ടർമാർ പറഞ്ഞത്. മകന്റെയും കൊച്ചുമകന്റെയും കൈപിടിച്ച് വളരെ ശാന്തമായാണ് അദ്ദേഹം മരണത്തിലേക്ക് പോയതെന്ന് ഡോക്ടർമാർ പറഞ്ഞു. കഴിഞ്ഞ 3 ദിവസമായി അദ്ദേഹം ചികിത്സയിലായിരുന്നു. 13 വർഷമായി ആസ്മ അസുഖം അദ്ദേഹത്തെ വലയ്ക്കുന്നു. എന്നാൽ ഇത്തവണ അസുഖത്തെ നേരിടാൻ അദ്ദേഹത്തിനായില്ല. 86 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. പ്രായാധിക്യമായ മറ്റു പല അസുഖങ്ങളും അദ്ദേഹത്തെ തളർത്തി. ഇന്ന് രാവിലെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി ഉണ്ടായെങ്കിലും വൈകുന്നേരം 4 മണിയോടെ ശ്വാസഗതിയിൽ വ്യതിയാനമുണ്ടായി. മകൻ ജോസ് കെ മാണി MP യും മറ്റു മക്കളും ചെറുമക്കളും കുടുംബാംഗങ്ങളും ആശുപത്രിയിലുണ്ടായിരുന്നു. വൈകുന്നേരം 4:40 മരണം സ്ഥിരീകരിച്ചു. രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ള പ്രമുഖർ മാണി സാറിന്റെ മരണത്തിൽ വേദന അറിയിച്ചു. കേരളത്തിന്റെ MLA യും ധനകാര്യമന്ത്രിയൊക്കെ ആണെങ്കിലും യഥാർത്ഥത്തിൽ പാലയുടെ അപ്പൻ എന്നാണ് കെ.എം. മാണി സാർ അറിയപ്പെടുന്നത്. വികസിത പാലയുടെ ശില്പി എന്നാണ് കെ.എം. മാണി അറിയപ്പെടുന്നത്. കർഷകനായിരുന്ന കരിങ്ങോഴുകൽ തൊമ്മിമാണിയുടെയും ഏലിയാമ്മയുടെയും മകനായി ജനിച്ച് മരങ്ങാട്ടുപള്ളിയിൽ നിന്ന് പാല നഗരാതിർത്തിയിൽ താമസം തുടങ്ങിയതോടെ തനി പാലക്കാരനായി. പാലാ മണ്ഡലത്തിലെ ഏതൊരാളെയും പേരെടുത്ത് വിളിക്കാനുള്ള ബന്ധം. എല്ലാ രംഗത്തും നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വം. മത, രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗങ്ങളിൽ സജീവ സാന്നിധ്യം. കഴിഞ്ഞ 50 വർഷത്തിലേറെ പാലയെ പ്രതിനിധീകരിച്ച് നിയമസഭയിലെ അംഗം. കേരള രാഷ്ട്രീയത്തിലും ഒരുപാട് റെക്കോർഡുകളുടെ ഉടമസ്ഥനാണ് കെ.എം. മാണി. 1964 പാല നിയോജക മണ്ഡലം രൂപീകരിക്കപ്പെട്ട കാലം മുതൽ തുടർച്ചയായി നേടിയ വിജയം. ഏറ്റവും കൂടുതൽ കാലം മന്ത്രി. 13 ബജറ്റ് അവതരിപ്പിച്ചു. ഒരേ മണ്ഡലത്തിൽ നിന്നും തുടർച്ചയായി വിജയിച്ചു. കൂടുതൽ തവണ നിയമസഭാംഗമായി. 11 തവണ മന്ത്രിയാകുക തുടങ്ങിയ അപൂർവ ഭാഗ്യത്തിനുടമ. കോൺഗ്രസിൽ തുടങ്ങി കേരള കോൺഗ്രസിലെത്തി. 4 പതിറ്റാണ്ടിലേറെയായി സ്വന്തം പേരിൽ ഒരു പാർട്ടി. കേരള കോൺഗ്രസിന്റെ മറ്റു ഗ്രൂപ്പുകളെക്കാൾ പ്രബലമാണ് മാണിയുടെ പാർട്ടി എന്നതും മാണി എന്ന നായകന്റെ കരുത്ത് വെളിവാക്കുന്നതാണ്. പാലായിലെ വോട്ടർമാരാണ് കെ.എം. മാണിയുടെ എപ്പോഴത്തെയും ബലം. എല്ലാവരെയും നേരിട്ട് പേര് വിളിക്കാനുള്ള പരിചയവുമുണ്ട്. പാലാ മണ്ഡലം രൂപീകരിക്കപ്പെട്ടതു മുതൽ മറ്റൊരാളും പാലയുടെ MLA ആയിട്ടില്ല എന്നതും മാണിയുടെ ശ്രദ്ധ വർദ്ധിപ്പിക്കുന്നു. പാലക്കാർ അതിന് അനുവദിച്ചിട്ടുമില്ല. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്താകെ UDFന് തിരിച്ചടിയേറ്റപ്പോഴും പാലായിൽ മാണിക്കും കേരള കോൺഗ്രസിനും ഒരു കുലുക്കവും ഉണ്ടായില്ല. പാലാ മുനിസിപ്പാലിറ്റിയിലും സമീപ പഞ്ചായത്തുകളിലും കേരള കോൺഗ്രസ് ഭരണം ഉറപ്പാക്കി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.